മാറ്റണം എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ശ്രീ മിഥുൻ വിജയകുമാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ചൈന പോലെയുള്ള ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടാകാം. പക്ഷേ പാകിസ്ഥാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ അതെല്ലാം പൊളിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുന്നു, മറുപടി നൽകുന്നു, ചുട്ട മറുപടി നൽകുന്നു. അതും ഭീകരവാദത്തിന് മാത്രമല്ല, ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ തിന്മകൾക്കും എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ആ സ്പോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക്, ഒരുപക്ഷെ ഈ സർക്കാരും ഭരണകൂടവും സൈന്യവും ഒക്കെ സാധാരണക്കാരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളൊന്നും ഈ സാധാരണക്കാർ ആക്രമണത്തിന് ഇരകൾ ആക്കപ്പെട്ടതൊന്നും കാണുന്നില്ല എന്നതാണല്ലോ വസ്തുത. അപ്പോൾ കൃത്യമായി, അതായത് ലോകത്തോട് ഇന്ത്യ എന്താണോ പറയാറുള്ളത് അത് തന്നെയാണ് ഇവിടെ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നതും. അതായത് തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, അവിടെ കൃത്യമായ ആക്രമണം നടത്തുന്നു. അത് തീവ്രവാദ നേതാക്കൾക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടിയും വരുന്നു. അത് മാത്രവുമല്ല, സ്ത്രീകൾ തന്നെ ഈ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ആ പോരാട്ടത്തെക്കുറിച്ച് സ്ത്രീകൾ തന്നെ വിശദീകരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം. തീർച്ചയായും അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരിക്കലും ഒരു ഫുൾ സ്കെയിൽ വാർ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത്. കാരണം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും നല്ല ബോധ്യമുള്ള സ്ഥലങ്ങളാണ്. അതായത് പാകിസ്ഥാനിന് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ UN-ന്റെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പല ഡോക്യുമെന്റ്സിലും നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളുടെയൊക്കെ റെഫറൻസ് കാണാൻ പറ്റും. കാരണം ഇവിടെയാണ് ടെററിസ്റ്റിനെ അവരുടെ ഒരു ടെറർ ഹബ്ബായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. ഇവിടെ നിന്നാണ് പല ടെററിസ്റ്റിനെ അവർക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത് ഇന്ത്യക്കൊരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സിവിലിയൻ ലൈഫ് അഫക്റ്റഡ് ആവരുത്, മിലിറ്ററി എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറിനെ ഒന്നും അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ഇന്ത്യ ഒരു ആക്ഷൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പം മുരീദ് കെയിലെ ഈ ലഷ്കർ ഇ തയ്യബ ട്രെയിനിങ് ക്യാമ്പ് അതെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ പോലെ പല ഇന്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ട്രെയിനിങ് നടക്കുന്നത് അവിടുത്തെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ 21 ദിവസത്തെ ഒരു റിലീജിയസ് ട്രെയിനിങ് ഉണ്ടാവും. അതിന്റെ പേര് ദോറായ സഫ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഒരു 21 ദിവസത്തെ ഒരു ബേസിക് കോമ്പാറ്റ് കോഴ്സ് ഉണ്ട്, അതായത് ദോറായ ആം എന്നാണ് അതിനെ പറയുന്നത്. അത് കഴിഞ്ഞ ഒരു 3 മാസത്തെ അഡ്വാൻസ്ഡ് കോഴ്സ് ആണ് അവർ കൊടുക്കുന്നത്, ദോറായ ഖാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത്. ബേസിക്കലി ടെററിസ്റ്റിന് വേണ്ടിയുള്ള ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായി മാറി നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇത്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് എല്ലാം അറിയാവുന്ന സ്ഥലങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത് നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ആ മിലിറ്ററി സ്ട്രാറ്റജിക്ക് ശരിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇന്റർനാഷണൽ പ്രഷർ മൗണ്ട് ചെയ്യാൻ പാകിസ്ഥാന് ഈ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു അഗ്രഷൻ ഉണ്ടായി കഴിഞ്ഞാലും അതായിരിക്കും ഒരു പക്ഷേ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണാൻ പറ്റുക. കാരണം ഇനി തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെറർ ക്യാമ്പുകളെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറയാൻ പാകിസ്ഥാന് കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും അവര് ടാർഗറ്റ് ചെയ്യുക സിവിലിയൻ ഏരിയാസിനെ ആയിരിക്കും. അത് വീണ്ടും അവരെ അഗ്രസറായിട്ട് തന്നെ പൊസിഷൻ ചെയ്യും. അപ്പൊ പാകിസ്ഥാനെ ഒരു വലിയ രീതിയിൽ തീർത്ത് കളയാൻ ഇന്ത്യക്ക് ഒരു പക്ഷേ അതൊരു മോറൽ ഹൈ ഗ്രൗണ്ട് ആയിരിക്കും കൊടുക്കുക, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏതൊരു റിറ്റാലിയേഷൻ. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല എന്ന മെസ്സേജ് നമ്മൾ വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അതേസമയം നമ്മൾ പീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ടെററിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 9 ലൊക്കേഷൻസ് നമ്മൾ അടിച്ചിട്ടുള്ളത്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്റേണൽ ഇഷ്യൂസ് വേറെയുണ്ട്. ഇപ്പൊ നമ്മൾ ടെറർ ക്യാമ്പ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബലോച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തിലെ 14 പേരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്നലെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതേസമയത്ത് തെഹരീക്ക് താലിബാൻ പറയുന്നുണ്ട് പാകിസ്ഥാൻ എവിടെ മുറിയുന്നോ അവിടെ നോക്കി ഞങ്ങൾ അടിക്കുമെന്ന്. അപ്പം ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നുള്ള ചില ഫോഴ്സസ് പാകിസ്ഥാനെതിരെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തുകൊണ്ടൊരു എന്താ പറയുക, ഒരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു വലിയ ശത്രു ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഉള്ളിൽ നിന്നുള്ള ചില ശക്തികളും പാകിസ്ഥാനെതിരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, ഇന്ത്യക്കെതിരെ ഒരു ഫുൾ ഫ്ലെജ്ഡ് വാർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ തയ്യാറാവുന്ന ഒരു അവസ്ഥയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് തന്നെയാണ് അതിന്റെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുക. അതെല്ലാ കാലത്തെയും പോലെ ഇപ്പം അതിപ്പോൾ 1947 ട്രൈബൽ ഇൻവേഷൻ ആണെങ്കിലോ അല്ലെ 71 വാർ ആണെങ്കിലോ അല്ലെങ്കിൽ 99 ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർ ആണെങ്കിലോ ഒക്കെ തന്നെ പാകിസ്ഥാനിന് നമ്മൾ ഒരു എന്താ പറയുക, ഒന്നുകിൽ അവർ ആർമി റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സറണ്ടർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഡിപ്ലോമാറ്റിക്കലി കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു റിറ്റാലിയേഷനോ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ. തീർച്ചയായും മിഥുൻ ഈ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ
അവരുടെ സൈനിക കരുത്ത് എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നല്ലോ ഇന്നത്തെ ആക്രമണം. കാരണം ഈ പറയുന്ന തീവ്രവാദികൾക്കെല്ലാം സംരക്ഷണം ഒരുക്കുന്നത് ആരെ എന്നത് ഇന്ന് മരണപ്പെട്ടവരുടെ, ഇന്ന് കൊല്ലപ്പെട്ടവരുടെ, ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, മസൂദ് അസറിനെ സംരക്ഷിക്കുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല. അത് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതലാണല്ലോ അവിടെ പാകിസ്ഥാൻ എടുത്തത്. നേരത്തെ ഹാഫിസ് സയ്യിദിനെ ഇതുപോലെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഹാഫിസ് സയ്യിദ് കുറച്ചുകൂടി പാകിസ്ഥാന്റെ ഉള്ളിലേക്കാണ്. ലാഹോർ പ്രദേശത്താണ് ഹാഫിസ് സയ്യിദ് ഉള്ളത്. ഹാഫിസ് സയ്യിദിനെ കുറച്ചുകൂടി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ മസൂദ് അസറിനെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശ്രീ